ഫേസ്ബുക്കിൽ തെറ്റി ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. യൂട്യൂബിൽ ലൈവായിട്ട് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വർത്താൻ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. യൂട്യൂബിൽ ലൈവായിട്ട് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ആ ലൈവിൽ വീഡിയോയിൽ കട്ടിംഗ് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചാനലിൻ്റെ പേര് എല്ലായിടത്തും നെച്ചിയൻ വ്ളോഗ് എന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കണ്ടന്റ് അവിടെ തീർത്തിട്ട് കാര്യമില്ലല്ലോ, കുറച്ചുകൂടെ ഫേസ്ബുക്ക് കൊണ്ടുവന്നാലോ, കുറച്ചുകൂടെ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നാണ്. അപ്പൊ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്ന ഐറ്റം എന്ന് വെച്ചാൽ ബീട്രൂട്ടിന്റെ ഉപ്പേരി ഉണ്ട്, കൈപ്പങ്ങിന്റെ ഉപ്പേരി ഉണ്ട്. വെള്ളം കുടിച്ചില്ല, എന്ത് വെള്ളം കുടിച്ചാനേ? ഉച്ചവരെ ഉള്ളില്ലേ ക്ലാസ്. അപ്പൊ നമ്മളത് കട്ട് ചെയ്യാനേ. രാവിലെ നുറുക്കിയാണ്ട് കുറെ ലൈവ് വീഡിയോ ചെയ്താണെന്നാ പിന്നെ ഉപ്പേരി ഉണ്ടാക്കല് ഫേസ്ബുക്കിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വണ്ടിപ്പാനി പോകുന്നതാണ്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ ഞാൻ നോക്കി വെച്ചിട്ട് 2 മണിക്കൂർ അതിന് അപ്പൊ തന്നെ ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ ആ റെഡി ആയിനി. പിന്നെ നോക്കുമ്പോൾ ഏറുമ്പുകൾ അല്ലെങ്കിൽ എന്തെത്താണോ ഈ ബീട്രൂട്ടിലേക്ക് ഏറുമ്പ് വരാൻ. ഇങ്ങളെ കാണാതെ നമ്മളൊക്കെ ഊതി അങ്ങോട്ട് മാറ്റിയ ഇനി ഊതണ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങൾക്കൊരു ഇടങ്ങേറ് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു നമ്മളെ ഫുഡൊക്കെ നമ്മളവിടെ ഊതി കൊടുത്തു. അല്ലാത്ത കാട്ടണം നമ്മളതിനെ നൗണ്ടി എടുക്കുകയാണെങ്കിൽ അത് പീക്കാണ്ട് ചത്ത് കാണ്ടേക്കരതാകാം. അതുപോലെ എവിടെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് നല്ലൊരു ഊത്താണ് ഊതി അങ്ങോട്ട് കൊടുത്ത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഐറ്റംസിലൊക്കെ എന്തെങ്കിലും എറുമ്പ് ചാടിയെങ്കിൽ എത്തട്ടെ ഓരോ ഓടക്കോയിൽ എടുത്ത് അങ്ങോട്ട് ഊത് തന്നെ അപ്പം പാറിപ്പോയിക്കോളൂ. അല്ലാത്ത കാട്ടപ്പം നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വന്നാൽ തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും ഒക്കെ ചതച്ചുകാണ്ട് നമ്മൾ മാറ്റി വെച്ചിനി. അത് ഈ ബീട്രൂട്ട് കിട്ടുകാണ്ടേ പാകത്തിന് ഉപ്പും ചേർത്താണ് നല്ലോണം കിളുമ്പിയാണ് യോജിപ്പിച്ചിട്ട് അതിനാ മാറ്റിയേക്കാം. ഞാൻ അടുത്തതിൽ എറുമ്പുണ്ടോ നോക്കാം. കൈപ്പങ്ങി ബീട്രൂട്ടിലെ എറുമ്പുക്കളെ ഈ എന്താ പറയുക കൈപ്പങ്ങിയിൽ കൈപ്പങ്ങ എന്നാ വന്നേക്കുക എന്തെത്താണാവോ ഏത്തും കിട്ടായിട്ട് നയിക്കൂലേ. ഇനി കുറച്ച് പഞ്ചാര വെറുതെ ഓൽക്ക് കലക്കിയാണ്ട് പോലെ മേത്ത് കൂടെ ഒഴിച്ചു കൊടുക്കണം. ഓൽക്ക് പൂതിയാണ് തീർത്തെടുക്കണം. അല്ല എന്തെത്ത കാട്ടപ്പത് ഞാൻ ആകെ ഇടങ്ങറിയിക്കുന്നത് കൊണ്ടേ. അപ്പോൾ ബീട്രൂട്ടും കൈപ്പങ്ങയൊക്കെ ഒന്നാക്കാൻ എനിക്ക് പൂതി, ഒന്നാക്കിയാൽ കുട്ടികൾക്കും പറ്റില്ല. എന്തെത്ത കാട്ട എനിക്ക് യാതൊരു നിവൃത്തിയില്ല എന്നാൽ വീഡിയോ കാണാനും. അപ്പോൾ ആ ഒരു കോലത്തിലാണ് നമ്മളിന്ന് വീഡിയോ ഉണ്ടാക്കിയെടുത്തത്. അപ്പം തേങ്ങ നമ്മൾ രണ്ടുക്കും കൂടി ഒന്നാക്കിയാണ്ട് അരച്ച് വെച്ചേക്കാം. ഇനി 2 അര വരക്കാനാവില്ലാന്ന് വിചാരിച്ചു. ഏതായാലും വീഡിയോ ഒന്ന് അൽക്കുൽ കഴിക്കണം. ഏതായാലും ഒക്കെ മിക്സ് ആക്കുമ്പോൾ പാകത്തിന് ഉപ്പും കൂടിയാണ് ഇട്ടുകാണ്ട് ഇളക്കി യോജിപ്പിച്ചാലേ കജ്ജ് പുണ്യം കൈപ്പുണ്യം നിങ്ങൾ കെട്ടണം. ആ പുണ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കജ്ജിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് നമ്മൾ കജ്ജിട്ട് കിളുമ്പി അങ്ങോട്ട് യോജിപ്പിക്കും. അത് യോജിപ്പിച്ചുകൊണ്ടിരിക്കണടിയിൽ എൻ്റെ മൂപ്പരാക്ക് വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ക്യാമറയും കൊണ്ട് അടുക്കളയ്ക്ക് ഒരു ഒറ്റ പാച്ചില്ല. പിന്നെ ഞാൻ വിചാരിച്ച് വീഡിയോ ഒന്നും എടുക്കാനാവില്ല. ഇനിയിപ്പോൾ ഇതുകൊണ്ട് വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ. എൻ്റെ മൂപ്പരാക്കാണെങ്കിൽ പോയിക്കാണ്ട് ഫോണുമ്പോൾ കളിച്ചു ഉത്തർക്കുക. അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോ അങ്ങോട്ട് എടുക്കാമല്ല അന്നത്തെ കാട്ടാ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണം കരുതി ഞാൻ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ മസാലയ്ക്ക് എത്തൊക്കെ ഇടലെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാമൊക്കെ എനിക്ക് പറ്റൂലേ. അപ്പോൾ എന്തൊക്കെ നമ്മൾ ഇടേണ്ടത് കുരുമുളക്, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി, കുറച്ച് സുർക്ക, പാകത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ദുനിയാവിലുള്ള എല്ലാ മസാലപ്പൊടിയും കൂടി ചേർത്ത് കണ്ട് അരച്ചങ്ങോട്ട് കൊണ്ടുവരിക. അരച്ചീനെ സാധനം തീ കണ്ടിട്ട് ഇളക്കിയാണ്ട് യോജിപ്പിച്ചിട്ട് തോണ്ടി തിന്ന് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാകാത്തൊരു ഇടങ്ങേറ് വേണ്ടാന്ന് വിചാരിച്ചാണ്ട് എൻ്റെ മൂപ്പരാക്കാനെ വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കണം. നിങ്ങൾക്കാണ് വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയോളൂ. അപ്പോൾ നമ്മൾ ഈ മസാലയ്ക്ക് ഒരു പൂർത്തം കിട്ടാൻ വേണ്ടി കോൺഫ്ലവറിൻ്റെ പൊടി നമ്മളാണ് ഇട്ട് കൊടുത്ത് കാണും. വേഗം ചട്ടിക്കാണ് നേരത്തെയാണ് വെക്കട്ടെ. ഇനി ഉപ്പുണ്ടെങ്കിൽ ഉപ്പുണ്ടായിക്കോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്തൊക്കെ കാട്ടുക അടുത്തേമ്മ കുറച്ച് അധികം ഉപ്പിട്ടെടുക്കുക. അപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ള പരാതി രണ്ടും തീരും. ഒന്നുമ്മ കുറയും ചേച്ചി ഒന്നുമ്മ കൂടും ചേച്ചി. അപ്പോൾ പിന്നെ ആ പരാതി കൺട്രോൾ ചെയ്യാൻ അങ്ങനെ നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ട്രിപ്പ് പൊരിച്ചതിന് മുമ്പ് ഈ സാധനം നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത സാധനം നമ്മൾ എത്ര കാട്ടേണ്ടത് ഞാൻ നോക്കട്ടെ. വീഡിയോ ഞാൻ തന്നെ മുഴുവൻ കണ്ടില്ല. അപ്പോൾ നമ്മൾ ചട്ടിക്ക് എണ്ണ ഒഴിച്ചെടുക്കുകയാണ്. ചീനച്ചട്ടി നമ്മൾ എടുത്തിക്കണം. നമ്മൾ ഈ സാധാരണ ഉപ്പേരി ഉണ്ടാക്കാനും മീൻ പൊരിച്ചാനൊക്കെ ഒരു ചട്ടിയാണ്. ഇപ്പോൾ 2 ചട്ടിയും കൂടി വെച്ചുകൊണ്ട് എളുപ്പം അങ്ങോട്ട് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഇതിക്ക് കടുകും കരിയേപ്പിൻ്റെ ഇലയും ഒക്കെ കണ്ടിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ ബീട്രൂട്ട് ഉണ്ടല്ലോ ഇളക്കി കൊണ്ടുവന്ന സാധനം അത് ഇതിക്കാണ് തട്ടി കൊടുത്താൽ നമ്മളെ ഉപ്പേരി റെഡി. ഇനി ഇളക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ ആദ്യം ഇളക്കി വെച്ചതല്ല. ഇനി ഇപ്പം എന്തിനായി ഇളക്കണം. അല്ലെങ്കിൽ ആ കടുകും കരിയേപ്പിൻ്റെ ഇലയ്ക്ക് കരിഞ്ഞു പോണതിനാണല്ലോ അല്ലേ നമ്മൾ ഇളക്കണം. അല്ല വേറെ എത്തിനല്ല നമ്മൾ ഇളക്കണത്. അപ്പം നിങ്ങൾ വിചാരിച്ചു എങ്ങനെ ഇതിലൊക്കെ എറുമ്പ് അറിയാമെന്ന്. ചൂടുള്ള സാധനത്തിന് മുകളിൽ ഇനി അത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അടച്ചും വെച്ച് ഇനി എറുമ്പൊക്കെ അത്രയും ഇടങ്ങാറായിക്കാണ്ട് തിന്നണമെന്നുണ്ടെങ്കിൽ എന്തത്തേനും അവയിൽ ഇത്ര ഉണ്ടായിന്. ബീട്രൂട്ടിൽ ചിലപ്പോൾ മധുരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ കര ഓല് വന്നത് വെച്ചറിയില്ല. ബീട്രൂട്ടാണ് തിന്ന് നോക്കുമ്പോൾ ഒരു മധുരവും ഇല്ല. പിന്നെ എന്തത്തിനാ ഓല് വന്നതെന്ന് വെച്ച് യാതൊരു പുറത്തുമില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നെ ശല്യം ചെയ്യാൻ വന്നേക്കാരം. ഏതെങ്കിലും സാരല്ല എറുമ്പുകളല്ലേ അവർക്കുള്ളൊരു ജീവൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് മറിച്ചിട്ടും തിരിച്ചിട്ടും ഇത് വേവിച്ചെടുക്കുക. അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഇങ്ങോട്ട് വേഗം റെഡിയാക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നിന്നുകൊണ്ടിരുന്നാലും എൻ്റെ വീഡിയോ ലോങ് ആയി പോകും. അപ്പോൾ അത് അടച്ചു വെച്ചുകൊണ്ട് അടുത്ത പരിപാടിക്ക് പോയാലോ.
മറിച്ചിട്ടും തിരിച്ചിട്ടും അതാണ് വേവിച്ചപ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടി. ആണ് കോരിയാണ് ഇട്ടാലോ, നമുക്ക് വേണം കോരിയിടുക. അടുക്കളയിൽ കൂടി അടുപ്പുമ്മ കൂടിയൊക്കെ ഞാൻ കുറേ വാരി ചിന്തിക്കണില്ല, നേരം കഴിഞ്ഞിരിക്കുന്നു കുട്ടികളെ. അതുകൊണ്ട് കുറച്ച് അടുപ്പിനൊക്കെ തിന്നാൻ കൊടുക്കാൻ വിചാരിച്ച് നേരത്തെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അല്ലാത്തപ്പം ഞങ്ങളോട് പറയണേ അത് നമ്മൾ ഈ ഇടങ്ങുറിച്ച് ബേജാറുറിച്ച് ചെയ്യുമ്പോൾ ബേജാറും ബട്ടപ്പാടും കൂടിയാൽ തന്നെ കുറേ അടുപ്പിക്കും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടും. അതൊന്നും ഇപ്പം ഇനി നീറ്റാക്കാൻ നിൽക്കില്ല. പള്ളി വെച്ചിട്ടേച്ചാണ് നേരം വൈകിക്കണെന്ന്. ഇങ്ങനെ ഒരു നേരം പകൽ എൻ്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഇടയിൽ എൻ്റെ ചങ്ങാഴ്ച വന്നിട്ടോ, ഓക്ക് ചോറോ കൂട്ടാനോ ചായ കൊടുക്കണ്ടേന്ന് അറിയാതെ ബത്തപ്പാടിൽ ഞാൻ എന്തൊക്കെയാ ചെയ്ത് കുട്ടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓൾക്കും ഏതായാലും എത്തു കൊടുക്കാച്ച് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഓള് പോയി കഴിഞ്ഞാൽ പിന്നെ ഈസിൽ ഞാൻ ഇപ്പം കാട്ടി 2 കണ്ടന്റ് ഉണ്ടാക്കാൻ പോയിട്ട് ഇപ്പം എന്തേ ഉണ്ടായത്. ഓക്ക് വെറും ചോറെങ്കിലും ഇച്ച് കൊടുക്കാൻ പറ്റിയില്ല, ഏതും കൊടുക്കാൻ പറ്റില്ല. രാവിലെ തന്നെ വീഡിയോ എടുത്തുകൊണ്ട് രാവിലെ തന്നെ അവസാനിപ്പിച്ചേക്കാണെങ്കിൽ ഒക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ ഏതും ഇല്ലാതായി. അപ്പം ഓള് നമ്മളെ വജ്ജിൻ്റെ മുന്നിൽ കൂടെ പോകുക, അതായത് നമ്മളെ പേരൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ ഓള് ഒരു ദിവസം ഇവിടെ കയറലില്ല. എന്നാൽ ആദ്യമായിട്ടൊന്നും വന്നേനി പാവം. എത്തും കൊടുക്കാനും പറ്റില്ല. ഇൻഷാല്ലാ ഇനി വിധി ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും കൊടുക്കാമല്ലോ അല്ലേ. എന്താ ചെയ്യല്ലേ, എന്താ ഇങ്ങനെ കാണാം. അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ വോയിസ് ഇടുമ്പോൾ ഉറക്കും വരിക. എന്താ ചെയ്യുക, എങ്ങനെയൊക്കെ വീഡിയോ അങ്ങോട്ട് വൈൻ്റെ പാക്കിയാണ്, എന്തൊക്കെ വിച്ചിമ്പായും പറഞ്ഞവൻ വീഡിയോ അതിൻ്റെ പാകിയാണ്. ഇതോടുകൂടി നമ്മളിപ്പോൾ ഉള്ളവരുണ്ടാവും, അല്ലാത്തവരൊക്കെ എൻ്റെ വീഡിയോ ഇട്ടെറിഞ്ഞാണ് പോയെന്നാണ് പറയാനുള്ളത്. അതിലൊക്കെ ഞാൻ ഉറക്കം തൂങ്ങിയാണ് സംസാരിച്ചു പോയനെ. വീഡിയോയിൽ നമ്മൾ ഓഡിയോ എടുക്കുമ്പോൾ ഉറക്കം വരും. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല, എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ചട്ടി വെച്ചിട്ട് നമ്മൾ ഇപ്പം എൻ്റെ ഉറക്കം തെളിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും 2ാമത് വോയിസ് എടുക്കാമെന്ന് വിചാരിച്ചു. അതേ ഞാൻ ആദ്യത്തെ വോയിസാണ് വെട്ടി കൊടുക്കാൻ പറ്റുമോ? ഇല്ല, എനിക്കിപ്പോൾ അതിനൊന്നും പറ്റൂല. എനിക്കുള്ളതിനോട് ഒപ്പിച്ച് പോവുക, ഉള്ളതുകൊണ്ട് ഓണം പോലെ ഉള്ളത് കൊണ്ട് റാത്തായിട്ട് അൽഹംദുലില്ലാ പറഞ്ഞാണ് മുന്നോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനമാണല്ലോ നമ്മളത്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സഹകരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ കൈപ്പങ്ങാൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പൈക്ക് ചേർത്തിന്. ആ നേരമൊക്കെ നമ്മൾ ഉറങ്ങിയിട്ടോ, ഈ നേരം നമ്മൾ തെളിഞ്ഞും ചെയ്തു. അപ്പോൾ നമ്മൾ കൈപ്പങ്ങ കണ്ടിട്ട് കൊടുത്തു. ഉള്ളിയാണ് വാടിയപ്പോഴല്ല ഉള്ളി കരിഞ്ഞപ്പം ഏതെങ്കിലും ചട്ടിയിൽ നിന്ന് മീനൊക്കെ കോരണം കേട്ടോ. ആദ്യം പൊരിച്ചതിലാണെങ്കിൽ ഉപ്പ് കുറവ്, 2ാമത് പൊരിച്ചതിലാണെങ്കിൽ ഉപ്പ് കൂടുതൽ. നിൻ്റെ മൂപ്പരാക്കാക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചീത്ത കിട്ടുമോ? ഇല്ല, കിട്ടിയാൽ തന്നെ അത്ത കാട്ടുക. ആദ്യം ഉപ്പിട്ടാണ് കൊടുക്കുക. ആദ്യം ഇതിലെന്താ ഉപ്പ് കയറിയെന്ന് ചോദിച്ചാൽ ഉപ്പില്ലാത്തതുകൊണ്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ തന്നെ ഇപ്പം അതിന് പരിഹാരമല്ല. അപ്പം എന്തൊക്കെ കാട്ടുക, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടും കറക്റ്റായി ചില നേരത്തെ നമുക്ക് കജ്ജൂലേ, കഴിഞ്ഞാൽ തന്നെ എത്തപ്പോൾ കാട്ടുക. ചിലപ്പോൾ കഴിച്ചില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ പോകുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ എന്നാണ് പറയാനുള്ളത്. രാവിലെ ഇട്ടെടുത്ത ഡ്രസ്സാണല്ലോ, അതൊന്നും മാറ്റിയിട്ടില്ല. എന്താ ചെയ്യലേ. ഞാൻ രാവിലെ മീൻ നന്നാക്കാൻ വന്ന ഡ്രസ്സ് തന്നെയാണ് ഇത്. ഞാൻ കുളിച്ചിട്ടൊന്നും ഇല്ലാന്ന് ഇപ്പോഴല്ലാന്ന് 1:30ക്കാണ് ഈ വീഡിയോ എടുക്കണത്. നിങ്ങൾ വിചാരിച്ചത് 4 മണിക്കാന്നല്ല, 1:30ക്ക് എടുത്ത വീഡിയോ ആണ്. പോസ്റ്റായി വരുമ്പോഴൊക്കെ 4 മണി 3 മണിയൊക്കെ ആയി വരുന്നതാണ് പറയാനുള്ളത്. എല്ലാ ചെക്കിങ്ങും കഴിച്ചിട്ടുണ്ട്. യൂട്യൂബിൻ്റെ വക ഒരു ചെക്കിങ്, ഫേസ്ബുക്കിൻ്റെ വക മറ്റൊരു ചെക്കിങ്, അങ്ങനെ എല്ലാ ചെക്കിങ്ങോടുകൂടിയാണല്ലോ നമ്മുടെ വീഡിയോ അങ്ങോട്ട് വരിക. അപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചോറ്റക്ക് ചാറും കൂട്ടി വിളമ്പിയെടുത്ത് തിന്നും. നമ്മൾ ഈ രാവിലെ നേരത്തെ ചായ അടിച്ചതുകൊണ്ട് നമുക്ക് വേഗം പൈച്ചയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ലൈറ്റായിട്ട് തോന്നുന്നത്. 1:30-2 മണിക്കെടുത്ത് ഞാൻ വീഡിയോ എടുത്തേക്കാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനുള്ള. ഇന്നത്തെ വീഡിയോ ലൈറ്റായിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഞാൻ അടുത്തായിട്ട് നമുക്ക് ചോറ് വിളമ്പെടുക്കാം. അതിപ്പോൾ എങ്ങനെ ഇനി നേരം കാലമൊന്നും നോക്കാമല്ലോ, നമുക്ക് ഞാരെ കാത്തുത്തർക്കാലം. എൻ്റെ മൂപ്പരാക്ക അവിടെ കടന്ന് ഫോണുമ്മ ഉരുണ്ടും പറഞ്ഞ് കളിച്ചുത്തർക്കാണ്. മൂപ്പരാക്ക വരുന്നതിന് മുമ്പ് അമ്മക്കാണ് ചോറ് വിളമ്പുക. ഫോണിൻ്റെ കളിയൊക്കെ കഴിച്ചട്ടെ നല്ല എന്തൊക്കെ കാട്ടുക. അപ്പോൾ നമ്മൾ ചോറ് വിളമ്പാൻ പോവാണ്. അപ്പോൾ ഈ ദുർബല നിമിഷത്തിൽ എനിക്ക് പകുതി വേവായാലും പറ്റും. എൻ്റെ മൂപ്പരാക്കാക്ക് ഫുള്ള് വന്നിട്ടല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പകുതി വേവിൽ നമുക്ക് തിന്ന് കൂട്ടാം. ഞാൻ തിരിച്ചും മറിച്ചും ഇതില്ലെങ്കിൽ ഇപ്പോൾ മറിച്ചിടാൻ ഇരിക്കണോ എന്താ ഇപ്പം ഞാൻ ഈ കാട്ടണം. മറിച്ചിടാനൊന്നും ആയിട്ടില്ലല്ലോ, ഒന്നും കൂടി റെഡിയാണ്. എന്നാലും ഇപ്പോൾ നമുക്ക് മറിച്ചിടാം, അല്ലാത്ത കാട്ടണം. ഏതായാലും തോണ്ടിയ സ്ഥിതിക്ക് ഫുള്ളാണ് തോണ്ടി കുത്തർക്കാൻ വിചാരിച്ചല്ല. അപ്പം തങ്ങളോട് ഞാൻ പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് ചോറ് വിളമ്പെടുക്കാൻ പോവാം. ചോറ് വിളമ്പുന്ന വീഡിയോ, ഞാൻ വെയിച്ചിന വീഡിയോ ഒക്കെ അതിലുണ്ട്. എൻ്റെ മുഖങ്ങൾ കാണൂല എന്നുള്ളൂ. അപ്പോൾ ഒത്തിരി എൻ്റെ മൂപ്പരാക്ക വന്നപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് കുത്തർക്കാന്ന് വിചാരിച്ചില്ല. അങ്ങനെയൊന്നുമില്ല, നമുക്ക് അങ്ങനത്തതൊന്നുമില്ല കേട്ടോ. യൂട്യൂബ് കാരണം എന്നോട് എന്താ പറയുക, യൂട്യൂബിൻ്റെ വൈക്ക് വിടുക, നമ്മുടെ ഈ ഒരു വൈക്ക് വിടുക, അങ്ങനെ രണ്ടിനും 2 രീതിയിലാണ് ഞാൻ കൺട്രോൾ ചെയ്ത് പോകുന്നതെന്നാണ് എനിക്ക് ഈ നിമിഷത്ത് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊക്കെ അയക്കണ പകുതിയായി മുക്കാലായി പകുതിയായി അങ്ങനെ ഇങ്ങനെയൊക്കെ അയക്കണം. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ശരിയാവില്ല. നമുക്ക് ചോറ് വിളമ്പിയാണ് ചോറ് വെച്ചതാണെങ്കിൽ ആയിട്ട് എന്താ റെഡിയാക്കുക. എന്നല്ലെങ്കിൽ നേരം വൈകിട്ടാവുന്നുണ്ട്. ഇതിനിങ്ങോട്ട് റെഡിയാകാൻ പണിയാണ്, അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് റെഡിയാണ് സാധനമാണ്. ഇത് ഇടുന്ന് കടന്നാണ്ട് കളിച്ചുത്തർക്കാണ്.
അങ്ങനെ നമ്മൾ ചോറ് വിളമ്പി ആ ദുർബല നിമിഷത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക, എല്ലാം കൂടി ചെയ്ത് കണ്ട് ഡിസ്ലൈക്ക് ചെയ്ത് പോകരുതെന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ചോറിൽ മീനിൽ ഏറ്റവും കരിഞ്ഞ കരിക്കട്ടൊക്കെ നമ്മൾ എടുത്ത് കരിഞ്ഞേമലാണ് കുറേ മസാല ഉള്ളത്, അതുകൊണ്ടാണ് നമ്മൾ ആ കരിക്കട്ടനെ വാരിത്തോണ്ടി എടുത്തിക്കണത്. അങ്ങനെ ആ സാധനം നമ്മളെടുത്ത് കൈപ്പങ്ങ നമ്മളെടുത്ത് ബീട്രൂട്ട് നമ്മളെടുത്ത് ചാറ് വാരാൻ ചാറ് നമ്മൾ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല എന്നിട്ടില്ല. അപ്പോൾ ചാറ് പാരലില്ലേ, അതുകൊണ്ട് നമുക്കിത് കൂട്ടിയാണ്ട് ഉരുട്ടി അങ്ങോട്ട് മുണങ്ങാം. അല്ലാത്ത കാട്ടണം എൻ്റെ മൂപ്പരാക്ക് ചാറ് പറ്റൂല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചാറ് ഉണ്ടാക്കാത്തത്. അല്ല എനിക്ക് ചാറ് നല്ല ഇഷ്ടമാണ്, എനിക്ക് മാണെങ്കിൽ ഞാൻ ഒറ്റക്കാണ് പുഴുങ്ങി ഉണ്ടാക്കണം. അതുകൊണ്ട് ആർക്കും പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ അതൊക്കെ പാടെ കൂട്ടി കുഴച്ചങ്ങോട്ട് തിന്നാം. അല്ലെങ്കിൽ ഇപ്പം എത്രയും പോരെയാണ്, ഉപ്പേരി ഉണ്ട്, കറിയല്ല കൂട്ടാനും ഒക്കെ അല്ല ഇപ്പം നമുക്ക്. അതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ റാത്തായി തിന്നുകാണ്ട് ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇൻഷാല്ലാ ബൈ, സി യു, ടാറ്റ, ബൈ ബൈ, ഓക്കെ ബൈ ബൈ.